അധർമ്മത്തിനെതിരെയുള്ള ഹിംസാത്മകമായ കർമ്മവും ബന്ധനത്തിന് ഹേതുവാകില്ലേ? ഒന്ന് മാറ്റി ചോദിക്കട്ടെ, അധർമ്മത്തിനെതിരെയുള്ള അഹിംസാത്മകമായ കർമ്മവും ബന്ധനത്തിന് ഹേതുവാകില്ലേ? കർമ്മമാണോ അത് ബന്ധകാരിയാണ്? ബന്ധം രണ്ട് രീതിയിലാണ്. ഒന്ന് പുണ്യാത്മകം, രണ്ട് പാപാത്മകം. രണ്ടും ബന്ധമാണ്. പാപം ദുഃഖം, ക്ലേശങ്ങൾ തുടങ്ങിയവയെ നൽകും. പുണ്യം സുഖം തുടങ്ങിയവയെ നൽകും. രണ്ടും ബന്ധ. ഇനി കൂടുതൽ ബന്ധം ഏതാന്ന് ചിന്തിച്ചാൽ പുണ്യാണെന്നാ പറയേണ്ടത്. കാരണം ദുഃഖം നമ്മളെ ബാധിക്കുമ്പോൾ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഇച്ഛാവിശേഷം സഹജമായിട്ടുണ്ടാവും. പക്ഷേ സുഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ല. സുഖത്തോട് നമ്മൾ ഒട്ടിപ്പിടിക്കും, സുഖത്തോട് താതാത്മ്യപ്പെടും. അപ്പൊ ദുഃഖബന്ധത്തെക്കാൾ വലിയ ബന്ധം സുഖബന്ധമാണ്. യാതൊരു സംശയവുമില്ല. സുഖബന്ധവും ദുഃഖബന്ധവും രണ്ടും ബന്ധം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ വ്യക്തമായി പറഞ്ഞു തരും, പുണ്യഃ അപി മുമുക്ഷോഹോ ബന്ധ ഏവ. പുണ്യവും മുമുക്ഷുവിന് ബന്ധമാണ്. അല്ല, സുഖമായി ജീവിക്കണം, സ്വർഗം തുടങ്ങിയവയെ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുണ്യം നല്ലതാണ്. പക്ഷേ മുമുക്ഷുവെ സംബന്ധിച്ച് പാപവും ബന്ധമാണ്, പുണ്യവും ബന്ധമാണ്. രണ്ടും ബന്ധകാരിയാണ്. അതാണ് വാസ്തവത്തിൽ ഇതിനുള്ള മറുപടി. അധർമ്മത്തിനെതിരെയുള്ള ഹിംസാത്മകമായ കർമ്മം സ്വകർമ്മമായി അനുഷ്ഠിക്കുന്ന, സ്വധർമ്മമായി അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഉദാഹരണം പട്ടാളക്കാരൻ, അത് വൈയക്തികമായ പാപം ഉണ്ടാക്കില്ല. മറിച്ച് പട്ടാളക്കാരൻ എന്ന രീതിയിൽ തനിക്ക് സിദ്ധമായ എന്തെങ്കിലും അധികാരത്തെയോ ആയുധത്തെയോ സ്വാർത്ഥപരമായ താല്പര്യത്തിന് ഉപയോഗിച്ചാൽ അത് ദോഷകരമായി തീരും. കാരണം അത് ചെയ്യുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അപരാധം ഉണ്ടാവും. എന്തില്ലെന്ന് പറഞ്ഞാലും അപരാധം ഉണ്ടാവും. നേരെ മറിച്ച് സ്വകർമ്മമായി രാഷ്ട്രത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് പാപകരാവുന്നില്ല. ഹിംസയ്ക്ക് പാപമില്ലേ? ഉണ്ട്. എങ്കിൽ വിപരീതമായതിന് പുണ്യമുണ്ട്. രണ്ടും ഒരുപോലെ നമ്മളെ ബന്ധിക്കുന്നതാണ്. ഒരു പട്ടാളക്കാരൻ ധർമ്മത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന ഹിംസ, അത് സാധാരണ ഒരാൾ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന അവശ്യ ഹിംസ പോലെ മാത്രമേ വരൂ. സാധാരണ ഒരു വ്യക്തി ദിവസവും അവശ്യഹിംസകൾ ചെയ്യുന്നുണ്ട്. അവശ്യഹിംസ ചെയ്യാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും കഴിയില്ല. ഈ കൂട്ടത്തിൽ ആരാ ഹിംസിക്കാത്തേ? ആരെങ്കിലും ഉണ്ടോ? ഹിംസയോട് ഹിംസ തന്നെയാണ് ദിവസവും. അവശ്യഹിംസകൾ.